അപ്പോൾ പാകിസ്ഥാനെതിരായ ഇന്നത്തെ മത്സരത്തോടുകൂടി കോഹ്ലിക്ക് മറ്റൊരു അതിവേഗ റെക്കോർഡ് കൂടി ഇപ്പോൾ അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏറ്റവും വേഗത്തിൽ 14,000 റൺസ് തികയ്ക്കുന്ന താരമെന്ന ബഹുമതിയാണ് ഇപ്പോൾ വിരാട് കോഹ്ലി സ്വന്തം പേരിലേക്ക് കുറിച്ചിരിക്കുന്നത്. 287 ഇന്നിങ്സുകളിൽ നിന്നായിട്ടാണ് അദ്ദേഹം 14,000 റൺസ് തികയ്ക്കുന്നത്. സച്ചിൻ്റെ ആ ഒരു റെക്കോർഡാണ് ഇപ്പോൾ വിരാട് കോഹ്ലി മറികടന്നിരിക്കുന്നത്. സച്ചിൻ 350 ഇന്നിങ്സുകളിൽ നിന്നായിട്ടാണ് 14,000 റൺസ് സ്വന്തമാക്കിയത്. 63 ഇന്നിങ്സ് കുറവ് മാത്രമാണ് കോഹ്ലിക്ക് വേണ്ടി വന്നുള്ളൂ 14,000 റൺസ് തികയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ സംഘക്കാരൻ 378 ഇന്നിങ്സുകളിൽ നിന്നായിട്ടാണ് 14,000 റൺസ് സ്വന്തമാക്കിയത്. പക്ഷേ കോഹ്ലിക്ക് വെറും 287 ഇന്നിങ്സുകളിൽ നിന്ന് 14,000 എന്ന ഒരു മികച്ച ഒരു സ്കോറിലേക്ക് എത്തിക്കാൻ, മികച്ച ഒരു റൺസ് എടുക്കാൻ ഏകദിനത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചു. അതും വളരെ വേഗത്തിൽ തന്നെ 287 ഇന്നിങ്സുകളിൽ നിന്നായിട്ട് അദ്ദേഹത്തിന് ഈ ഒരു നേട്ടം സ്വന്തമാക്കാനായി. പാകിസ്ഥാനെ തോൽപ്പിച്ച് അദ്ദേഹത്തിന് സെഞ്ചുറിയും ഈ ഒരു മത്സരത്തിനകത്ത് നേടാനും ഈ ഒരു മത്സരത്തിനായി. അങ്ങനെ കോഹ്ലിയും തൻ്റെ ഫോം തിരിച്ചു പിടിച്ചിരിക്കുന്നു, അതും നമുക്ക് ആശ്വസിക്കാം. അതുപോലെ തന്നെ രോഹിത് ശർമ്മയായാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇന്നത്തെ മത്സരത്തിനകത്ത് കളിക്കാൻ സാധിച്ചില്ല. ഗില്ലായാലും നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി അപ്പുറത്ത് പഠിക്കണം. ബൈ.